എൻ്റെ വീട് കുമ്മളി 6-ാം മൈലിലാണ്. കുമ്മളിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററും കൂടെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പിറകിൽ ഇതിന് തൊട്ടപ്പുറത്ത് തെങ്ങണ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥലത്ത് ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അന്ന് എനിക്ക് വാഹനമൊന്നുമില്ല, ബസ്സിലാണ് യാത്ര ചെയ്യുക. ഞാൻ 6-ാം മൈലിൽ നിന്ന് ബസ്സിൽ കയറി കുമ്മളിയിലെത്തി. കുമ്മളിയിൽ എത്തുമ്പോൾ എൻ്റെ ചിന്ത നേരെ ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറണം, എന്നിട്ട് തെങ്ങണായിലെത്തി സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകണം. അതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ കുമ്മളി ബസ് സ്റ്റാൻഡിലെത്തി. ആ സമയത്ത് ചങ്ങനാശ്ശേരിക്കുള്ള ബസ് പോയി. അടുത്ത ബസ് തിരക്കിയപ്പോൾ 1.25 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. 1.25 മണിക്കൂർ കുമ്മളിയിൽ എങ്ങനെ ചുമ്മാ നിൽക്കുന്നത് എന്ന ആ വേദനയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് കോട്ടയത്തിനൊരു ബസ് കിടക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു ആശയം തോന്നി. കോട്ടയത്തിനുള്ള ബസ്സിൽ കയറാം, എന്നിട്ട് പൊൻകുന്നത്തിറങ്ങാം. അവിടെ നിന്ന് ചങ്ങനാശ്ശേരിക്ക് ധാരാളം ബസ്സുകളുണ്ട്. അങ്ങനെ ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിൽ കയറി തെങ്ങണായിൽ ഇറങ്ങാം. അങ്ങനെ ഞാൻ കോട്ടയത്തിനുള്ള ബസ്സിൽ കയറി. ഒരു 2.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ് പൊൻകുന്നം സ്റ്റാൻഡിലെത്തി. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ഒരു പ്രൈവറ്റ് ബസ് ചങ്ങനാശ്ശേരിക്ക് കിടപ്പുണ്ട്. പക്ഷേ അതിൽ ഒട്ടുമുക്കാലും സീറ്റുകളിൽ ആളെ ഇരുന്ന് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ധാരാളം സമയമുണ്ട്, അടുത്ത ബസ് വരട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീറ്റിൽ സുഗമമായി ഇരുന്ന് യാത്ര ചെയ്യാം എന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ബാഗൊക്കെ പിടിച്ച പൊൻകുന്ന് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്റ്റാൻഡിൻ്റെ ഒരു മൂലയ്ക്ക് 60-65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ 20-22 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവർ 2 പേരും കൂടെ ആ സ്റ്റാൻഡിന്റെ ഒരു കോർണറിൽ നിന്നുകൊണ്ട് പറയുകയാണ്, വരൂ 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 വരൂ, ഭാവി അറിയാൻ ആഗ്രഹമുള്ളവരെല്ലാവരും വരൂ, ഞങ്ങൾ നിങ്ങളുടെ ഭാവി പറയാം. ഈ ഭ്രാന്തന്മാരെന്താ ഈ പറയുന്നത് എന്നോർത്ത് ആരും അതത്ര കാര്യമാക്കാതെ അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകുകയാണ്. ആ സമയത്ത് വൃദ്ധനായ മനുഷ്യനെ, ചെറുപ്പക്കാരനെ സ്റ്റാൻഡിന്റെ മൂലയ്ക്ക് കിടത്തി ഒരു തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി, എന്നിട്ട് ഒരു കറുത്ത തുണി കൊണ്ട് മുഖവും മൂടി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച് 3 പേർ അവിടേക്ക് നടന്നടുത്ത് ചെല്ലുകയാണ്. ആ നടന്നു വരുന്നവരെ കണ്ടിട്ട് വൃദ്ധൻ ഈ ചെറുപ്പക്കാരനോട് പറയുക, അതേ 3 പേര് ഇവിടേക്ക് വരുന്നു, അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പോക്കറ്റിൽ എത്ര നോട്ടുകൾ ഉണ്ടെന്ന് പറ, അതിലേതെങ്കിലും ഒരു നോട്ടിന്റെ നമ്പർ പറ. കണ്ണുകെട്ടി കിടക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, വരുന്നവരിൽ ഒരാളുടെ പോക്കറ്റിൽ ഇന്ന നോട്ടുകളുണ്ട്, അതിലൊരു 10 രൂപ നോട്ടിന്റെ നമ്പർ ഇന്നതാണ്. വരുന്നവരെ നോക്കി അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ആരുടെ പോക്കറ്റില്ല ഇത്രയും നോട്ടുകളുള്ളത്? ഒരുത്തം പറഞ്ഞു, എന്റെ പോക്കറ്റില്ല. നിന്റെ പോക്കറ്റിലുള്ള മുഴുവൻ 10 രൂപ താളുകളും ഇങ്ങോട്ടതാ 4 10 രൂപ താളെടുത്ത് അവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അതിൽ ഒരു 10 രൂപ നോട്ടിലെ നമ്പര് ഈ കണ്ണുകെട്ടി കിടക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ കൃത്യ നമ്പർ. ഈ നമ്പർ നടന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ പാമ്പൊക്കെ മാളത്തിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി വരുന്നത് പോലെ ആ സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആകാംക്ഷ ഭരിതരായി മനുഷ്യരവിടേക്കും നടന്നടുത്ത് ചെന്നിങ്ങനെ കൂടി നിൽക്കുകയാണ്. ഒരു സർക്കസുകാരന്റെ വൈദഗ്ധ്യത്തിൽ കൂടി നിൽക്കുന്നവരോട് കണ്ണുകെട്ടി കിടക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ച് ഇവരുടെ ഭാവി അദ്ദേഹം പ്രവചിച്ചോണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ഭാവി കേൾക്കണമെന്നല്ല, ഈ കൂടി നിന്നവരോടൊക്കെ ഇങ്ങനെ എന്തവായി തട്ടിവിടുന്നത് എന്ന് കേട്ടോണ്ട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടോണ്ട് നിന്ന സമയം പോകുന്നത് അറിയില്ല. തെങ്ങണായിലെട്ട് സുവിശേഷ പ്രസംഗം നടക്കുകയില്ല. അതുകൊണ്ട് അടുത്ത് വന്ന ബസ്സിന് കയറി ഞാൻ തെങ്ങണായിലെത്തി സുവിശേഷം പ്രസംഗിച്ച് തിരിച്ചെന്റെ വീട്ടിൽ പോയി. അടുത്തത് എന്താ അവിടെ നടന്നത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ പറഞ്ഞത് ശാസ്ത്രീയമായി മനുഷ്യൻ ഇത്രയേറെ പുരോഗതി പ്രാപിച്ചൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതെങ്കിൽ പോലും ഭാവി അറിയാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയ്ക്ക് യാതൊരു അറുതിയും സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ആ ഭരണകാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടമാകുന്നു. ആ കാലഘട്ടമാണ്. അദ്ദേഹം മരിച്ചത് ഒരു വെടിയേറ്റാണ് മരിച്ചത്. ജോൺ എഫ് കെന്നഡി മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഒരു പ്രവാചക ജീവിച്ചിരുന്നു. അവരുടെ പേര് ജീൻ ഡിക്സ് എന്നായിരുന്നു. ആ പ്രവാചകി ജോൺ എഫ് കെന്നഡിക്ക് ഒരു കത്തയച്ചു. കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു, ഈ കത്ത് കയ്യിൽ കിട്ടി ചില ദിവസങ്ങൾക്കകം നിങ്ങൾ മരിക്കും. കത്തിൽ എഴുതിയിരുന്നത് പോലെ കത്ത് കയ്യിൽ കിട്ടി ചില ദിവസങ്ങൾക്കകം ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചു. ഈ വാർത്ത പുറത്തു വന്നതോട് കൂടെ ജോൺ എഫ് കെന്നഡി എല്ലാവരും മറന്നു. എല്ലാവരുടെയും പ്രധാന ചർച്ചാ വിഷയം ജീൻ ഡിക്സിനെ കുറിച്ചായി. ലോകത്തിലുള്ള ഒട്ടുമുക്കാലും മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള വാർത്തകൾ ആ ജോൺ എഫ് കെന്നഡിയെ മരണവിവരം പറഞ്ഞ ജീൻ ഡിക്സിനെ കുറിച്ച് ഇങ്ങനെ പടച്ചുവിട്ട്
കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ടൈം മാഗസിന്റെ ഒരു പ്രതിനിധി GDX-മായി ഒരു അഭിമുഖ സംഭാഷണം ക്രമീകരിച്ചു. അഭിമുഖ സംഭാഷണ മധ്യേ അദ്ദേഹം ആ മഹിളാരത്നത്തോട് ചോദിച്ചു, ആകട്ടെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം കൃത്യമായി നിങ്ങൾ പ്രവചിച്ചു. ഇതുപോലെ നിങ്ങൾ പ്രവചിക്കുന്ന എല്ലാ പ്രവചനങ്ങളും കൃത്യമായി നിറവേറപ്പെടാറുണ്ടോ? അതിന് പ്രവാചകി പറഞ്ഞ മറുപടിയില്ല. എന്റെ പ്രവചനങ്ങളിൽ 35% പ്രവചനങ്ങളെ കൃത്യമായി നിറവേറപ്പെടാറുള്ളൂ. 65% പ്രവചനങ്ങൾ തെറ്റപ്പെടുകയാണ് പതിവ്. ശ്രദ്ധിക്കുക, അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം കൃത്യമായി പ്രവചിച്ച GDX-ന്റെ പ്രവചനങ്ങളിൽ 35% പ്രവചനങ്ങളെ കൃത്യമായി നിറവേറപ്പെട്ടിരുന്നുള്ളൂ. എന്തിനേറെ പറയുന്നു, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രശാഖയിൽ പ്രവചനശാഖ വികസിച്ചു വന്നിട്ടുണ്ട്. ആ പ്രവചനശാഖയാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും കാറ്റടിക്കാനും കാറ്റടിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നൊക്കെ പറയുക. ഇന്ന് നമ്മുടെ പല ജില്ലകളില് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോരിച്ചൊരിഞ്ഞു പെയ്യുന്ന മഴ ഉണ്ടാകും. കോട്ടയം ജില്ലയ്ക്കും അതിന്റെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അവര് പ്രവചിക്കുന്ന പ്രവചനങ്ങളിൽ ഏകദേശം 78% പ്രവചനങ്ങൾ കൃത്യമായി നിറവേറപ്പെടാറുണ്ട്. 22% പ്രവചനങ്ങൾ തെറ്റപ്പെടുകയാണ് പതിവ്. എന്നാൽ ആത്മാഭിമാനത്തോടെ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ, 100% കൃത്യമായി പ്രവചനങ്ങൾ നിറവേറ്റുന്ന ഒരൊറ്റ പുസ്തകം, അതിന്ന് രാത്രി നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മാത്രമെന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന് ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ബഹുമാനപ്പെട്ട അപ്പച്ചന് യേശുവിന്റെ മടങ്ങിവരവ് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ യേശുവിന്റെ മടങ്ങിവരവ് ഇന്ന് രാത്രി പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് മറ്റൊരു ചിന്തയാണ് തന്നത്. അതുകൊണ്ട് ആ നിയോഗത്തിന് ഞാൻ നിന്നുകൊടുക്കുകയാണ്. സഹൃദയരെ, ഇന്ന് രാത്രി മാമൂടുകാരോട് നിങ്ങളുടെ ഭാവി ഒന്ന് പറയാനാ ഞാൻ വന്നത്. അത് പറ പാസ്റ്ററേ. അത് കേൾക്കുന്നതാ ഞങ്ങൾക്ക് പെരുത്ത സന്തോഷം. നാളെ പ്രസംഗം, അതിനടുത്ത ദിവസം, ശരിക്കും പറഞ്ഞ അടുത്ത 4 ദിവസം ഇവിടെ പ്രസംഗങ്ങളുടെ പരമ്പരകൾ നടക്കാൻ പോവുക. ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൺവെൻഷനുകൾ പല സ്ഥലത്തിങ്ങനെ തുടങ്ങുകയാണ്. ഇനി കൺവെൻഷനുകളുടെ കാലഘട്ടമാണ്. പ്രസംഗങ്ങളുടെ നീണ്ട പരമ്പരകളാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഭാവി പ്രവചിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ അതിൽ പര സന്തോഷം വേറെ ഏതാ ഉള്ളത്? ഏകദേശം 9:45 വരെ പ്രസംഗം ഉണ്ടായിരിക്കും എന്നാണ് നോട്ടീസിലുള്ളത്. വിഷമിക്കൊന്നും വേണ്ട. 9:45 വരെ ഏതായാലും ഞാൻ നീട്ടുകയില്ല. ഇന്ന് രാത്രി എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ നിർത്തും. ഞാൻ ആ സമയം പറയുകയല്ല, എങ്കിലും ഒരു ഏകദേശ സമയം പറയുക. ഒരു 9:15 ഞാൻ ഇവിടെ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് പറയുകയാണ്, ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങളുടെ തലയിൽ കൈവച്ച് നാളെയുടെ നീളയിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എന്റെ പരിമിതമായ ഒരു ചിന്തയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണം. 9:15 കഴിഞ്ഞാലും ആരും തന്നെ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയില്ല. ശാന്തമായി ഇവിടെ നിന്ന് നാളുകളുടെ നീളകളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭൗതിക കാര്യപരിപാടികൾ എന്താണെന്ന് കേട്ടിട്ട് പോകാൻ താല്പര്യമുള്ളവരാണ് മനുഷ്യരെന്ന നിലയിൽ നാം എല്ലാവരും തന്നെ. അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് മാനുഷിക പ്രവണതയാണ്. എന്നാൽ നാളുകളുടെ നീളകളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭൗതിക കാര്യപരിപാടിയെ സംബന്ധിച്ചുള്ള ഒരു പ്രാവചനിക ശബ്ദമല്ല. അതിനപ്പുറത്ത് സാർവലൗകികമായി സകല മനുഷ്യരോടുമുള്ള പോഷ്ടില്ലാത്ത ദൈവത്തിന്റെ, തെറ്റില്ലാത്ത ദൈവവചനത്തിന്റെ അസന്നിഗ്ധമായ പ്രാവചനിക ശബ്ദം ഞങ്ങൾ ഈ മണ്ണിനോട് വിളിച്ചു പറയുകയാണ്. ഏതാണ് ആ പ്രാവചനിക ശബ്ദം? വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ സാർവലൗകികമായി സകല മനുഷ്യരോടുമുള്ള പോഷ്ടില്ലാത്ത ദൈവത്തിന്റെ
സാർവലൗകികമായി സകല മനുഷ്യരോടുമുള്ള പോഷ്കില്ലാത്ത ദൈവത്തിന്റെ, തെറ്റില്ലാത്ത ദൈവവചനത്തിന്റെ അസന്നിഗ്ധമായ ശബ്ദം ഇതാണ്: ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ആ വിഷയത്തെ ഇന്ന് രാത്രി രണ്ടായി ഞാൻ തരംതിരിക്കുക. ഒന്ന്, ഒരിക്കൽ മരിക്കുക; രണ്ട്, പിന്നെ ന്യായവിധി. ഈ വിഷയം എന്താണ് എന്ന് നാം അറിയണമെങ്കിൽ ആരാണ് മനുഷ്യനെന്നറിയണം. മരണം എന്താണെന്നറിയണമെങ്കിൽ ആരാണ് മനുഷ്യനെന്നറിയണം. ആരാണ് മനുഷ്യനെന്ന ചോദ്യത്തിന് നിരവധി മറുപടികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിൽ പ്രചാരം നേടിയ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തമാണ്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആധുനിക മനുഷ്യന് കൊടുത്തിരിക്കുന്ന പേര് ഹോമോസാപ്പിയൻസ് എന്ന്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ആധുനിക മനുഷ്യൻ വിവിധയേറെ പരിണാമ പ്രക്രിയകൾക്ക് വിധേയനായിട്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുക. ഏകകോശ ജീവിയായ അമീബ, ബഹുകോശ ജീവിയായ ഹൈഡ്ര, ത്രിപാളി ശരീരങ്ങളായ പുഴുക്കളിൽ നിന്ന് ആംബിയോക്കസിൽ നിന്ന് മത്സ്യങ്ങളിൽ നിന്ന് ഉഭയജീവികളിൽ നിന്ന് സസ്തനികളിൽ നിന്ന് വിവിധതരം കുരങ്ങു താണ്ടതരം കുരങ്ങ്, ആൾക്കുരങ്ങ്, പീക്കിംഗ് മനുഷ്യൻ, പിന്നെ നിയോണ്ടർത്താൻ മനുഷ്യൻ. അങ്ങനെ പീക്കിംഗ് മനുഷ്യനും നിയോണ്ടർത്താൻ മനുഷ്യനും ഒക്കെ നിരങ്ങി കാല് കുറുകി വാല് ചുരുങ്ങിയാണ് ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യനുണ്ടായതെന്ന് അവര് പറയുക. അവരെന്തും പറയട്ടെ, പക്ഷെ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഉറക്കം വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? ആകാശത്തിന്റെ അറുതികളിൽ വിഹരിക്കുന്ന, ആഴിയുടെ ആഴങ്ങളിൽ ആരായുന്ന, മനുഷ്യഹൃദയം മാറ്റിവെച്ച, ശിശുവിന് ജന്മം കുറിച്ച്, ക്ലോണിംഗിന് ആവിർഭാവം കുറിച്ച്, വിജ്ഞാന തൃഷ്ണയിൽ അണുവിന്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് ഈ മനുഷ്യൻ കേവലം മൃഗത്തിന്റെ ബാക്കി പത്രമല്ല. പിന്നെ മനുഷ്യനാര്? മനുഷ്യൻ സർവ നന്മകളുടെയും നിറകുടമായ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി വൈദഗ്ധ്യമാണ്. അതിന് ആമേൻ പറയാൻ ആ തരത്തിൽ അഭിഷേകമുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് നന്ദി പറയാം. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അതിന്റെ അകത്തും ഒത്തിരി ആശയ വൈരുദ്ധ്യതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതിന്റെ വാദകോലാഹലങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ ത്രിവിധ ഘടകങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. 1 തെസ്സലോനിക്കർ ലേഖനം വായിക്കേണ്ട 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിനും പുരോഗതി ഉണ്ടായില്ലേ. ആധുനിക സജ്ജീകരണങ്ങളുള്ള ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇവിടെ അനുസ്യൂതം ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ. മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സ് ഇവിടെ നിരവധിയില്ലേ. ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഇന്ന് രാത്രി സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ: ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോറ് എത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിന്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നീ നിന്റെ വാരുതിയിൽ നിർത്തിയാലും മരണത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് വെച്ച വ്യവസ്ഥയെങ്കിൽ ആ ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് കൈ കടത്തി നീ ജയിക്കാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ ആ തരത്തിൽ അഭിഷേകമുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ മറക്കരുത്, മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. എനിക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ പാട്ടുകാരോടാ. അതെന്നാ പാട്ടുകാരോട് അസൂയ? എനിക്ക് പാടാൻ പോയിട്ട് പാട്ട് പറയാൻ പോലും അറിയത്തില്ല. അതുകൊണ്ടുള്ള അസൂയാണ്. ആ കഴിവില്ലാത്തത് കൊണ്ടുള്ള അസൂയ. അതുകൊണ്ട് ഞാനൊരു കവിത അങ്ങ് പറയാൻ പോവുക, പാടുന്നില്ല. സ്കൂളിൽ പഠിച്ചൊരു കവിത, മനോഹരമായ ഒരു കവിത, അർത്ഥസമ്പുഷ്ടമായ ആശയഗാംഭീര്യമുള്ള ഒരു കവിതയാണ്. പണ്ടേ ഒരു വണ്ടി ഇങ്ങനെ പകൽ മുഴുവൻ പറന്ന് ധാരാളം ഭൂമിയിൽ പോയി മധു നുകർന്ന് പറന്ന് തിമിർത്ത് നടക്കുകയാണ്. ആ സമയത്ത് സന്ധ്യാസമയമാകുകയാണ്. അതൊരു ആമ്പൽ പൂവെ ചെന്നിങ്ങനെ ഇരുന്നു. മധു നുകർന്നുകൊണ്ടിരുന്നപ്പോ സന്ധ്യ ആയതൊന്നും ഈ വണ്ടറിഞ്ഞില്ല. പടിഞ്ഞാറ് കതിരവൻ
ഒളി മറഞ്ഞു, ആമ്പൽപ്പൂവ് കൂമ്പിപ്പോയി. വണ്ട് അതിന്റെ അകത്ത് ഇരുന്നോണ്ട് പറയാണ്, ഇല്ലില്ലില്ലില്ലില്ല, ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നാളെ കിഴക്ക് സൂര്യൻ ഉദിച്ചുയരും, ആമ്പൽപ്പൂവ് വിടരും, ഞാൻ ഇതിന് പുറത്തേക്ക് പറക്കും. ധാരാളം പൂവിൽ പോയി കഴിഞ്ഞ പകലത്തെ പോലെ ഞാൻ മധുനുകർന്ന് പാറിപ്പറന്നു നടക്കും. അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ വലിച്ചു പഠിച്ച് ഇങ്ങനെ പിഴുതെടുത്ത് ഒരു ആന ബലിഷ്ഠമായ കാലടികൾ വെച്ച് നടന്ന് വരികയെ പലതും വലിച്ചു പറിച്ചെടുത്ത കൂട്ടത്തിൽ ഈ ആമ്പൽപ്പൂവും തന്റെ തുമ്പിക്കൈ കൊണ്ട് ഇത് പിഴുതെടുത്തു. ആനയുടെ തുമ്പിക്കൈക്കകത്ത് ആമ്പൽപ്പൂവ് വന്നപ്പോ അതിന്റെ അകത്തിരിക്കുന്ന വണ്ടും ഇപ്പം ആനയുടെ തുമ്പിക്കൈക്കകത്താണ്. താനിപ്പോൾ ഇരിക്കുന്നത് ആനയുടെ തുമ്പിക്കൈക്കകത്താണെന്ന് അറിയാൻ കഴിയാത്ത വണ്ട് അപ്പോഴും പാടുകയാണ്, ഇല്ലില്ലില്ലില്ല, ഈ രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ല. നാളെ കിഴക്ക് കതിരവൻ ഉദിച്ചുയരും, ആമ്പൽപ്പൂവ് വിടരും, ഞാൻ പുറത്തേക്ക് പറക്കും. ധാരാളം പൂവിൽ പോയി മാതുന്നുകർന്ന് ഞാൻ പറന്ന് തിമിർത്തു നടക്കും. അല്പസമയം കഴിഞ്ഞപ്പോ ഈ ആനയുടെ തുമ്പിക്കൈ അതിന്റെ വായ്ക്കകത്തോട്ട് വന്നു. കൂട്ടത്തിൽ ആമ്പൽപ്പൂവ് വണ്ടും വന്നു. താനിപ്പോൾ ഇരിക്കുന്നത് ആനയുടെ വായ്ക്കകത്താണെന്ന് അറിയാൻ കഴിയാത്ത വണ്ടപ്പോഴും പാടുകയാണ്, ഇല്ലില്ല, ഈ രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ല. നാളെ കിഴക്ക് കതിരവൻ ഉദിച്ചുയരും, ആമ്പൽപ്പൂവ് വിടരും, ഞാൻ പുറത്തേക്ക് പറക്കും. ധാരാളം മധുനുകർന്ന് ഞാനിങ്ങനെ രസിച്ച് പറക്കും. അതിങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോ അല്പസമയം കഴിഞ്ഞപ്പോ ആമ്പൽപ്പൂവ് വണ്ടും ചെല്ലണ്ടടത്ത് ചെന്നെന്ന കവി പറയുക. ഇന്ന് രാത്രി എന്റെ സഹോദരങ്ങളെ നല്ലൊരു കവിതയാ അത് കേട്ടോ. എന്റെ മാന്യ സഹോദര, ഭാര്യയെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ. സഹോദരി, ഭർത്താവിനെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ. മാതാപിതാക്കളെ, മക്കളെ കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ. കുഞ്ഞുങ്ങളെ, നാളെയെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ. നമ്മളൊരു വീട് വാങ്ങുന്നത്, റബ്ബർ തോട്ടം വാങ്ങുന്നത്, വാഹനം വാങ്ങുന്നത്, ബിസിനസ് തുടങ്ങുന്നത്, വിദേശ രാജ്യത്ത് പോകുന്നത് ഒക്കെ സ്വപ്നം കാണുന്നത് നല്ലതാ. സ്വപ്നം കാണരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. നാം നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളാ നമ്മെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി. പക്ഷെ നീ നെയ്തു കൂട്ടുന്ന സകല സ്വപ്നങ്ങളെയും കശക്കി എറിഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നിന്റെ അരികിലെത്തുമ്പോൾ ഇന്ന് രാത്രി വരെ നിത്യത എവിടെയെന്ന് ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് ഉറപ്പാക്കൂ എന്ന് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. മനസ്സിലായവര് മാത്രമേ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി മറക്കരുത്, മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ശീഘ്രഗതിയിൽ പോയാലേ എനിക്ക് ഒരു പര്യവസാനത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പോ മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. രണ്ട്, ഒരിക്കൽ മരിക്കുക മാത്രമല്ല, പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുകയാണ്. മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് കോടിക്കണക്കിന് ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി ഇവിടം കൊണ്ട് മനുഷ്യൻ തീരുന്നില്ല. അതിനപ്പുറത്ത് മനുഷ്യന് കുഴിമാടത്തിനപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെല്ലിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ഒരു സ്വർഗം ഉണ്ട്, ഒരു നരകം ഉണ്ട്, ഒരു ന്യായവിധി ഉണ്ട്. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ട്. കൃപയാലത് തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. ന്യായവിധി ഉണ്ടോ? ഉണ്ട്. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? ഉണ്ട്. ധാരാളം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭക്തന്മാരാ, ഭക്തമതികളാ. എനിക്ക് അവരോട് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ അത്രയും ഭക്തി എനിക്കില്ലല്ലോ എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു അപകർഷതാബോധം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഭക്തമതികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ സ്വർഗത്തിൽ പോകണ്ടേ, അമ്മാമ്മേ സ്വർഗത്തിൽ പോകണ്ടേ? അവരിൽ മഹാഭൂരിപക്ഷവും എന്നോട് പറഞ്ഞിട്ടുള്ള മറുപടി കേട്ടോ, എന്റെ പാസ്റ്ററേ അതെല്ലാം ഇവിടെ തന്നെ. ഏതെല്ലാം ഇവിടെ തന്നെ? സ്വർഗവും ഇവിടെയാ, നരകവും ഇവിടെയാ. നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടും, മോശം ചെയ്താൽ മോശം കാര്യങ്ങൾ ഇവിടെ കിട്ടും. അപ്പൊ നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ, മോശം ചെയ്താൽ മോശം ഇവിടെ. അപ്പൊ സ്വർഗം ഇവിടെ, നരകം ഇവിടെ. ഇതിനപ്പുറത്തൊരു സ്വർഗമില്ല, ഇതിനപ്പുറത്തൊരു നരകമില്ല എന്ന് പറയുന്നവരാണ് മഹാഭൂരിപക്ഷം മനുഷ്യർ. എന്നാൽ KJ തോമസ് ഇന്ന് രാത്രി ഉറപ്പിച്ചു വിളിച്ചു പറയുന്നു, സ്വർഗം ഇവിടെയല്ല, നരകം ഇവിടെയല്ല.
ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, ഇതിനപ്പുറത്തൊരു നരകമുണ്ട്, ഇതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് ചങ്കൂറ്റത്തോടെ പറയാനല്ലേ നമ്മൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആധാരം തുറന്ന് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റൂ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കെ.ജെ. തോമസിന് സ്വർഗം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. നരകം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ന്യായവിധി ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ ഉറപ്പ്? ഒന്നാമത്തെ ഉറപ്പ്, ഞാൻ കുമ്മളിന്ന് വന്നതുകൊണ്ടാണ്. അതെന്നാ കുമ്മളിക്കാർക്കെല്ലാം സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്, ന്യായവിധിയുണ്ട് എന്നൊക്കെ ഉറപ്പുണ്ടോ? ഇല്ല. കൊച്ചുവച്ചാണ് ഞങ്ങളുടെ നാട്ടുകാരൻ, എൻ്റെ അയൽവാസിയാ. എത്രയോ വർഷം അവിടെ ജനിച്ച് വളർന്ന് ജീവിച്ചയാളാ, ശുശ്രൂഷ ചെയ്തയാളാ. അവിടെ സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, ന്യായവിധിയില്ല. വേദപുസ്തകം തെറ്റാണ്. ഇതൊക്കെ ഉപദേശിമാരുടെ വയറ്റിപ്പഴപ്പാന്ന് പറയുന്ന ധാരാളം മനുഷ്യർ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്. അത് സർവ്വസാധാരണ. അങ്ങനെയാണെങ്കിൽ കുമ്മളിന്ന് വന്നതുകൊണ്ട് ഞാൻ സ്വർഗമുണ്ട്, നരകമുണ്ട്, ദൈവമുണ്ട്, ന്യായവിധിയുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുമ്മളി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കുമ്മളിന്ന് വന്നു എന്ന് പറഞ്ഞത്. ഇതുപോലെ യേശു ക്രിസ്തു പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അപ്പൊ സ്വർഗമുള്ളത് കൊണ്ടല്ലേ എന്റെ രക്ഷിതാവ് സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത്. അതേ യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴിച്ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. അപ്പൊ നരകമുള്ളത് കൊണ്ടല്ലേ നരകത്തിന്റെ കാര്യം യേശു പറഞ്ഞത്. അപ്പൊ ചിലർക്കൊരു സംശയം, ഈശോമിശിഹായ വിശ്വസിക്കാൻ കൊള്ളാവോ എന്ന്. മറുപടി, വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ യേശുവിനെ കൊള്ളൂ, വേറെ ആരെയും കൊള്ളത്തില്ലെന്നറിയാൻ പത്രം വായിച്ചാൽ മതി. രാവിലെ പറയുന്നതാണോ ഉച്ചയ്ക്ക് പറയുക, ഉച്ചയ്ക്ക് പറയുന്നതാണോ സന്ധ്യയ്ക്ക് പറയുക, സന്ധ്യയ്ക്ക് പറയുന്നതാണോ രാത്രിക്ക് പറയുക. ഇനി നാളെ നേരം വെളുത്താൽ എന്നതാ പറയാൻ പോകുന്നേ? നാഴികയ്ക്ക് 40 വട്ടം വാക്കുമാറ്റുന്ന ഇവിടുത്തെ നേതാക്കന്മാരെ പോലല്ല എന്റെ യേശുവിന്റെ വാക്ക് കേട്ടോ. അതുകൊണ്ടാ ശ്ലീഹ പൗലോസ് പറയുന്നത്, അവൻ ഊവെന്ന് പറഞ്ഞാൽ ഉവെന്നും അവനില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. ശ്ലീഹ പത്രോസ് പറഞ്ഞു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, വായിൽ വഞ്ചനയില്ലാത്ത ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും അരുളി ചെയ്ത യേശു പറഞ്ഞു, സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ട്. മനസ്സിലായ ദൈവമക്കൾ മാത്രം കരമടിച്ച് 1 മിനിറ്റ് ശക്തിയോടെ ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം പറയാ. ആ ഭാഗം പറഞ്ഞപ്പോ എന്റെ ഹൃദയം പിടച്ച് വികസിച്ചു കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അടുത്ത പദം എന്നെ ത്രസിപ്പിച്ച പദമാ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇല്ലാത്ത ഒരു സ്വപ്നം നിന്റെ അകത്തു തന്ന് നിന്റെ ജീവനെയും നിന്റെ ആയുസ്സിനെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ കുടുംബത്തെയും വഴിയാധാരമാക്കുന്നവനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന, നാം ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. നിത്യതയുടെ മഹത്തായ വെളിപ്പാട് നിന്റെ അകത്ത് കൈമാറി ഇന്നിന്റെ മണ്ണിന്റെ പ്രതിസന്ധിയെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഉറക്കെ പറയാൻ ഒരു ദൈവ പൈതലിനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് യേശുവിന്റെ വാക്കെന്നോർത്ത് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള ദൈവകൃപ പ്രാപിച്ച എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. എന്താ അതിന്റെ തെളിവ്? ഒന്ന്, യേശു അത് പറഞ്ഞു. 2, സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. ദൈവമുണ്ടോ? ഉണ്ട്. ന്യായവിധി ഉണ്ടോ? ഉണ്ട്. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? ഉണ്ട്. എന്താ അതിന്റെ തെളിവ്? വായിച്ചോളൂ. യോഹന്നാന്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. വളരെ വേഗത്തിൽ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ
എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും കരമുയർത്തി ദൈവത്തിന് ശക്തിയോടെന്ന് സ്തോത്രം പറയാമോ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണേ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവൻ ന്യായവിധിക്കായി ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അടുത്തത് അവനെ, ആരെ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിന്റെ ഉറപ്പ് നൽകുകയും. ഏതിന്റെ ഉറപ്പ്? മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധി ഉണ്ട്. കുഴിമാടം കൊണ്ടും സെമിത്തേരി കൊണ്ടും ഒന്നും അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് മനുഷ്യന് ദൈവം തന്ന ഉറപ്പാണ് യേശുവിന്റെ ഉയർപ്പെന്ന് ഇന്ന് രാത്രി ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ആവേശത്തോടെ സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? എന്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ല യേശുവിന്റെ ഉയർപ്പ് കേട്ടോ. അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അടിമത്ത കച്ചവടം നിർമ്മാർജ്ജനം ചെയ്ത എബ്രഹാം ലിങ്കൺ മരിച്ചത് ഒരു വെള്ളിയാഴ്ച. അമേരിക്കയുടെ ഭരണകാലഘട്ടത്തിൽ സുവർണ കാലഘട്ടം, ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടം, അദ്ദേഹം മരിച്ചത് ഒരു വെള്ളിയാഴ്ച. എന്തിനേറെ പറയുന്നു, ബ്രിട്ടൻ അടിമനുഖത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹീത കാഹളമൂതി തന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മജി മരിച്ചതൊരു വെള്ളിയാഴ്ച. പിറ്റേ ദിവസം ശനിയാഴ്ച അദ്ദേഹത്തിന്റെ മൃതശരീരങ്ങൾ തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തു. ശരീരം തീ വിഴുങ്ങി അല്പസമയം കഴിഞ്ഞപ്പോ അത് ചാരമായി മാറി. അതിനടുത്ത ദിവസം ഞായറാഴ്ച അതിരാവിലെ സമയം മഹാത്മാഗാന്ധിയോടൊപ്പം രാഷ്ട്രീയ അംഗക്കളറുകളിൽ അടരാടിയിട്ടുള്ള ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആ ചിതാഭസ്മത്തിന്റെ അടുക്കിലേക്ക് വന്നു. അല്പം ചാരം തന്റെ കൈക്കുമ്പിളി കോരിയെടുത്തു, മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് നോക്കി വൈകാരികമായി പൊട്ടിത്തെറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാത്മജിയെ, അങ്ങയുടെ അക്ഷയമായ ആ വിശ്വാസ രൂപവൽക്കരണമുണ്ടല്ലോ, അഹിംസാ സിദ്ധാന്തത്തിന്റെ അക്ഷയമായ വിശ്വാസ രൂപവൽക്കരണം, അതിലേക്ക് താങ്കളെ നയിച്ചത് യേശുവിന്റെ ഉപദേശമാ. യേശു മരിച്ചതുപോലെ ഒരു വെള്ളിയാഴ്ച താങ്കൾ മരിച്ചു. പ്ലീസ്, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ് വരാമോ? സരോജിനി നായിഡു അലറിക്കരഞ്ഞു. ആ മഹിളയുടെ ദീനരോധനം അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ചു. എന്നാൽ തന്റെ സഹപ്രവർത്തകയുടെ നിലവിളി കേട്ട് മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. എന്തിനേറെ പറയുന്നു, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരുടെ കല്ലറകൾ ലോക ചരിത്രത്തിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ പച്ച മണ്ണിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയുണ്ട്. അതാ ഇന്ന് രാത്രി നാം ആവേശത്തോടെ ആരാധിക്കുന്ന യേശുവിന്റെ കല്ലറ എന്ന് കേൾക്കുമ്പോൾ അതരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളെ കരമടിച്ച് ഒരു മിനിറ്റ് കൂടി പന്തലിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. എല്ലാ കരങ്ങളും അടിക്കട്ടെ. അഭിഷേകന്മാർ, എല്ലാ ദൈവമക്കളും കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. ദേശത്തെ അടക്കി ഭരിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി പുനരുദ്ധാനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി തീയായി വെളിപ്പെടട്ടെ. എത്ര പേർ ആത്മാവിൽ അത് വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മാന്യ സുഹൃത്തെ, സ്വർഗമില്ലെന്ന് ഞാൻ പറയാം, നരകമില്ലെന്ന് ഞാൻ പറയാം, ദൈവമില്ലെന്ന് ഞാൻ പറയാം, മനുഷ്യൻ ആത്മാവില്ലെന്ന് ഞാൻ പറയാം, വേദപുസ്തകം തെറ്റാന്ന് ഞാൻ പറയാം, മരണം കൊണ്ടെല്ലാം അവസാനിച്ചു, ഇതിനപ്പുറത്തൊരു ജീവിതമില്ലെന്ന് ഞാൻ പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഒരു കല്ലറ തുറക്കാതെ കിടക്കണം. ആരുടെ കല്ലറ? യേശുവിന്റെ കല്ലറ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിച്ച് എന്റെ രക്ഷിതാവിന്റെ കല്ലറ മലർക്ക തുറന്നു കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, വേദപുസ്തകം സത്യമാണ്. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. പോരാ, ആവേശത്തോടെ കരമുയർത്തി ഈ രാത്രി കർത്താവിന് നന്ദി പറയാം. ഒത്തിരി കാര്യം എനിക്ക് അവിടെ തെളിവിനായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ വീടിലെ കലത്തിനകത്ത് അരി തിളച്ചു മറിയുമ്പോ ചോറ് വെന്തോന്നറിയാൻ എല്ലാ അരിയും കൂടെ ഞെക്കി നോക്കണ്ടേ? സ്തോത്രം പറ. പരിചയമുള്ള അമ്മയ്ക്ക്
ബുദ്ധിയുള്ള അമ്മയ്ക്ക്, സാമർഥ്യമുള്ള അമ്മയ്ക്ക് ഒന്നോ രണ്ടോ അരി ഞെക്കി നോക്കുമ്പോൾ അറിയാം ഇത് പാകമായോന്ന്. ഇതുപോലെ നിനക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ, മുൻവിധി കൂടാതെ ഇന്ന് രാത്രി നീ വചനം ശ്രദ്ധിച്ചാൽ ഒരു സ്വർഗമുണ്ടെന്നറിയാൻ, ഒരു നരകമുണ്ടെന്നറിയാൻ, ഒരു ന്യായവിധി ഉണ്ടെന്നറിയാൻ, വേദപുസ്തകം സത്യമാണെന്നറിയാൻ, വേദപുസ്തകം പറയുന്ന ദൈവം ജീവിക്കുന്നു എന്നറിയാൻ, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നറിയാൻ, കുടിമാടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്നറിയാൻ ഈ രണ്ട് തെളിവും മതി. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റുമോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരട്ടെ, പ്രധാനപ്പെട്ട ചിന്തയിലേക്ക്. അപ്പൊ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആരാണ് ആ ന്യായാധിപതി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കേണ്ട 17-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പൊ ന്യായവിധിക്കായി ഒരു വ്യക്തിത്വത്തെ ദൈവം നിയമിച്ചിരിക്കുക. ആരാണ് ആ ന്യായാധിപതി? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു: ആ ന്യായാധിപതി വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നു, ആകാശവും ഭൂമിയും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയി, മരിച്ചവർ ആബാലവൃദ്ധം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആരാണ് ആ ന്യായാധിപതി? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആ ന്യായാധിപതിയെ നമുക്ക് കാണാം. പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ ഹിമാലയ പർവ്വതത്തിലെ ഹിമസാനുക്കളിൽ പതിക്കുമ്പോൾ ഹിമത്തിന് എത്ര വെണ്മയാണോ ഇതുപോലെ തൂവെള്ളയാണ് ആ ന്യായാധിപന്റെ വസ്ത്രം. അദ്ദേഹത്തിന്റെ തലമുടി നേർമയുള്ള കോലാട്ടു രോമം പോലത്തെ. അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനം അഗ്നിജ്വാല. ആ സിംഹാസനത്തിന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്, ഒരു അഗ്നി നദി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി ഒഴുകുകയാണ്. 1000 പേർ ആ ന്യായാധിപന് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇന്ന് രാത്രി മാമൂടുകാരോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ആ ന്യായാധിപതി? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കേണ്ട, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടേക്ക്. 10-ാം അധ്യായം 42-ാമത്തെ വാക്യം. ശ്ലീഹ പത്രോസ് കൊർന്നല്യോസിന്റെ അടുക്കൽ ദൂതൻ വന്ന് പത്രോസിനെ വിളിക്കാൻ ദൂത് പറഞ്ഞിട്ട് ആളയച്ച് പത്രോസിനെ വിളിപ്പിച്ചു. ആത്മനിയോഗത്താൽ ആ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആ പത്രോസ് ചെന്നു. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനത്തിന്റെ തിറവും ആത്മസാന്നിധ്യവും അഭിഷേകത്തിന്റെ ഒഴുക്കും ഒരുപോലെ നിലനിൽക്കുന്ന ആ വീട്ടിലെ വേദിയിൽ നിന്നുകൊണ്ട് പത്രോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ 10:42 ഇങ്ങനെ പറയുന്നു: മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ താൻ തന്നെ എന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? യേശു കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നിങ്ങൾ സാക്ഷീകരിച്ച് പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിപ്പാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ആ പുരുഷൻ ഞാനാണെന്ന് നിങ്ങൾ പ്രസംഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും, വെള്ള വസ്ത്രം ധരിച്ച നേർമയുള്ള കോലാട്ടു രോമം പോലത്തെ തലമുടിയുള്ള അഗ്നി സിംഹാസനത്തിൽ ഇരിക്കുന്ന കത്തുന്ന രഥചക്രങ്ങളുള്ള അഗ്നി നദി മുമ്പിൽ കൂടി ഒഴുകുന്ന 1000 പേർ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആ ന്യായാധിപൻ ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പ്രസംഗിക്കുന്ന, നാം ആരവാരം മുഴക്കി ആരാധിക്കുന്ന യേശുവാണെന്ന് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കടത്തെ കരം ഉയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആ ന്യായാധിപതി യേശുവാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് യേശു ന്യായാധിപതി? യോഹന്നാന്റെ സുവിശേഷം 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ
ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. കരമുയർത്തി ശക്തിയോടൊന്ന് സ്തോത്രം പറയാമോ? പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ബഹുമാനിക്കേണ്ടുന്നതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എന്താ വാക്യത്തിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാം. ഇന്നേക്ക് 2016 വർഷങ്ങൾക്ക് പിറകിൽ അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായ സ്വർഗത്തിന്റെ തിലകമായ തേജസ്സിന്റെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിലേക്ക് വന്നപ്പോ കണ്ടവർക്കാർക്കും യേശുവിനെ മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞ മനുഷ്യൻ പറഞ്ഞു, അവൻ കേവലം മറിയയുടെ മോന, യോസേപ്പിന്റെ മോന, യാക്കോബ്, യോസേ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരന്. അവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെയുണ്ട്. വേറെ ചിലര് പറഞ്ഞു പാവപ്പെട്ടവന്, ആശാരിപ്പയ്യന്. മറ്റു ചിലര് പറഞ്ഞു ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂൽ. യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. അവർക്ക് തോന്നിയത് മറിയയുടെ മോനായിട്ട്, അവർക്ക് തോന്നിയത് യോസേപ്പിന്റെ മോനായിട്ട്, അവർക്ക് തോന്നിയത് യാക്കോബ്, യോസേ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനായിട്ട്, അവർക്ക് തോന്നിയത് ആശാരിപ്പയ്യനായിട്ട്, അവർക്ക് തോന്നിയത് പാവപ്പെട്ടവനായിട്ട്, അവർക്ക് തോന്നിയത് ഭൂതമായിട്ട്, അവർക്ക് തോന്നിയത് ബേത്സെബൂലായിട്ട്. എന്തിനേറെ പറയുന്നു, യേശുവിനെ വിസ്തരിച്ച അന്നാവിന് മനസ്സിലായില്ല, കയ്യപ്പാവിന് യേശുവിനെ മനസ്സിലായില്ല, യഹൂദ മത കോടതിയായ സന്നിധിയും സംഘത്തിന് യേശുവിനെ മനസ്സിലായില്ല. വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പീലാത്തോസിന് മനസ്സിലായില്ല. വേഷം കെട്ടിച്ച ആ ഹെരോദാവിന് മനസ്സിലായില്ല യേശു ആരാണെന്ന്. എന്റെ രക്ഷിതാവിന്റെ തലയിൽ മുൾക്കിരീടം ചൂടിച്ചു വെച്ചവർക്ക് മനസ്സിലായില്ല രക്ഷിതാവ് ആരാണെന്ന്. മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിടിതെടുത്ത് മനുഷ്യ കോമരങ്ങൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുമ്പോൾ അവർക്ക് മനസ്സിലായില്ല അവൻ ആരാണെന്ന്. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റോ? പോരാ, കരമുയർത്തി ശക്തിയോടെ ആവേശത്തോടെ ഈ രാത്രി സ്തോത്രം പറയാ. എന്റെ യേശുവിനെ ഒരു കോമാളിയെ പോലെ കൈകാര്യം ചെയ്ത് നിന്നെ തല്ലിയതാരാണെന്ന് പ്രവചിക്കാൻ പറഞ്ഞവർക്ക് മനസ്സിലായില്ല എന്റെ രക്ഷിതാവ് ആരാണെന്ന്. ഭാരമേറിയ മരക്കുരിശും ചുമലിലെന്തി യെരൂശലേം തെരുവീതിയിലൂടെ രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴ്ത്തി വീണ്ടും നടന്നു നീങ്ങുമ്പോൾ ആ പരിഹാസ ശരങ്ങൾ തൊടുത്തുകൊണ്ട് പുറകെ നടന്നവർക്ക് മനസ്സിലായില്ല അരുമനാഥൻ ആരാണെന്ന്. ക്രൂശിൽ ആണികൾ അടിച്ചവർക്ക് മനസ്സിലായില്ല യേശു ആരാണെന്ന്. എന്റെ രക്ഷിതാവിന്റെ അസ്ഥികട ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് പ്രാണവേദനയിൽ ഞരങ്ങുമ്പോൾ അനുകമ്പയുടെ കണിക കാണിക്കാതെ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് ആക്രോശിച്ചവർക്കും മനസ്സിലായില്ല എന്റെ രക്ഷിതാവ് ആരാണെന്ന്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആധാരം തുറന്ന് സ്തോത്രം പറയാൻ പറ്റോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് മാത്രമല്ല, ഇന്നും പലർക്കും യേശു ആരാന്ന് അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്തവര് സിനിമ ഇറക്കാറുണ്ട്, കളിയാക്കി പുസ്തകം എഴുതാറുണ്ട്, പ്രസംഗിച്ച് നടക്കാറുണ്ട്. പക്ഷെ യേശുവിനെതിരെ പ്രസംഗിച്ചു, കളിയാക്കി എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രതികരിക്കാറില്ല. സ്തോത്രം പറ. എന്തുകൊണ്ട് പ്രതികരിക്കാറില്ല? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അവനായി തന്നെ അവനോട് എതിർക്കുന്നവരോട് പ്രതികരിക്കാൻ ശക്തിയുള്ളവനാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം പറയാൻ നമുക്ക് കൃപ ലഭിക്കുന്നതെന്നോർത്ത് ആധാരം തുറന്ന് സ്തോത്രം പറയാൻ പറ്റുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എക്കാലവും യേശുവിനെ അറിയാൻ വയ്യാത്ത എല്ലാവരും അവനാരാണെന്ന് അറിയുന്ന ദിവസമാണ് ആ ന്യായവിധിയുടെ ദിവസം. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ബഹുമാനിക്കാൻ ഒരു ന്യായവിധിയുടെ അധികാരം യേശുവിന് കൊടുത്തിരിക്കുകയാണ്. എക്കാലഘട്ടത്തിലുമുള്ള എല്ലാവരും അന്നറിയും. എന്തറിയും? യേശു ആരാന്നറിയും. എങ്ങനെ അറിയും? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം നസറയനായ യേശുവാണെന്ന് മുഴുലോകവും അറിയുന്ന ദിവസമാണ് ആ ന്യായവിധിയുടെ ദിവസമെന്ന് ഇന്ന് രാത്രി പറയാൻ എനിക്ക് ആയുസ് തന്ന ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം. മനസ്സിലായ ദൈവമക്കൾ മാത്രം, മനസ്സിലായ അഭിഷക്തന്മാര് മാത്രം 2 മിനിറ്റ് കരമടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക.
എന്റെ ഹൃദയം നന്ദിയാൽ ദൈവസന്നിധിയിൽ പിടച്ചു വികസിക്കുന്നു. അപ്പൊ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. എന്റെ മാന്യ സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടൊരു കാര്യം ഞാൻ പറയാനാ വന്നത്. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഭയങ്കര ന്യായവിധിയിൽ നിന്ന് മാനവകുലത്തിന് രക്ഷാകര പദ്ധതി ദൈവം ഒരുക്കി എന്ന് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അതാ സുവിശേഷത്തിന്റെ സന്ദേശമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യുക. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ അവിടെ ഒത്തിരി വിശദീകരിക്കാതെ പോകുന്നത്. എന്റെ മാന്യ സുഹൃത്തുക്കളെ, ഒന്നുകൂടെ ഗൗരവമായി ഞാൻ പറയുന്നു. ഒരിക്കൽ മനുഷ്യൻ മരിക്കും. മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട്. അതൊന്നുകിൽ നിത്യമായ സ്വർഗമാണ്, അല്ലെങ്കിൽ നിത്യമായ നരകമാണ്. ആ നിത്യമായ നരകത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന് മനുഷ്യന് ദൈവം രക്ഷയൊരുക്കി. ഏതാണ് ആ രക്ഷാകര പദ്ധതി? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനാൽ എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റും? ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ യോഗ സംഘാടകനായ ബഹുമാന്യനായ ദൈവദാസൻ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി. അദ്ദേഹം മഴ നനഞ്ഞു, വെയിൽ കൊണ്ടു, രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ചു, ഒത്തിരി കഠിനാധ്വാനം ചെയ്തു. എന്തിനാ ഇത്രയും ത്യാഗം സഹിച്ചെന്നറിയാമോ? എന്തിനാ ഇത്രയും രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ചതെന്നറിയാമോ? ഈ ഒരു സന്ദേശം ഈ ദേശത്തോടൊന്ന് വിളിച്ചു പറയാനാ. ഏത് സന്ദേശം? ഒരിക്കൽ മരിക്കുമെന്നും പിന്നെ മനുഷ്യനൊരു ന്യായവിധി ഉണ്ടെന്നും കുഴിമാടത്തിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നും, എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഒരു രക്ഷാകര മാർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെന്നും ഈ നാടിനോട് പറയാനാ ഇത്രയും ത്യാഗം സഹിച്ചത്, നമ്മൾ ഇവിടെ ഓടിക്കൂടിയത്. എത്ര പേർക്ക് സന്തോഷത്തോടെ കരമുയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോഴാരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി സഹോദര, ഇന്ന് രാത്രി സഹോദരി, ഇതുവരെയെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 60 വയസ്സായില്ലേ? 70 വയസ്സായില്ലേ? 72 ആയില്ലേ? 30, 38, 33, 40, 41 ഒക്കെ ആയില്ലേ? 18, 17 ഒക്കെ ആയില്ലേ? ഇതുവരെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇതുവരെ ഭർത്താവിന് വേണ്ടി ജീവിച്ചില്ലേ? ഇതുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇതുവരെ പലർക്കും വേണ്ടി ജീവിച്ചില്ലേ? പക്ഷെ ഇന്ന് രാത്രി മനസാക്ഷിയോട് ചോദിക്കേ, ഇതുവരെയെങ്കിലും എന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ? കുഴിമാടം കൊണ്ട്, സെമിത്തേരി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഭരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഇന്ന് രാത്രി ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാത്രി നിങ്ങൾ പോകുന്ന വഴി മരണവഴിയാകാം, കിടക്കുന്ന കിടക്കം മരണക്കിടക്കയാകാം, കഴിക്കുന്ന ആഹാരം അന്തിമ ആഹാരമാകാം. ഇന്ന് രാത്രി ആയുസ് തികഞ്ഞാൽ നിത്യത കർത്താവിനോട് ഒരുമിച്ചെന്ന് ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ഉറപ്പ് പ്രാപിക്കൂ എന്ന് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. സന്തോഷമുള്ള ദൈവങ്ങൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒന്ന്, നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. 2, വിശ്വാസ സ്നാനം ഒരു സത്യമാണ്, നിങ്ങൾ അതിന് വിധേയപ്പെടണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം, അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെട്ടു കൊടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം മുറുക്കണം,
പ്രാർത്ഥന കഴിക്കണം. അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ നടത്തപ്പെടണം. ഇത് ഗൗരവമായ ഒരു ജീവിതമാകട്ടോ. അതിന്റെ കാലദൈർഘ്യം എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ മരിക്കും, പിന്നെ ഒരു ന്യായവിധി മനുഷ്യനായി ശേഷിച്ചിരിക്കുന്നു. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപദേശ സത്യങ്ങൾക്ക് ഇന്ന് രാത്രി വിധേയപ്പെട്ടേ പറ്റൂ. കൃപയാൽ അതിന് ഭാഗ്യം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ആർത്തി രാത്രി സ്തോത്രം പറയാ.